അല്ലാഹു ചോദിച്ചു, നബിയെ വരുന്നുണ്ടോ എന്നെ കാണാൻ? എന്നെ കാണാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ നബിയെ? അതെ അല്ലാഹുവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്റെ മനസ്സിൽ നീയാണ്, എന്റെ ഹൃദയത്തിൽ നീയാണ്, എന്റെ ചിന്ത നീയാണ്, എന്റെ അടക്കം നീയാണ്, എന്റെ അനക്കം നീയാണ്. എനിക്കൊന്ന് കാണണമല്ല. ആ ലോകത്തിലെ വരെ കണ്ടിട്ടില്ലാത്ത രണ്ട് സ്നേഹവാദനങ്ങളെ തമ്മിൽ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്നേഹിതനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ രാത്രി നടന്ന വെറും യാത്രയല്ല, രണ്ട് കൂട്ടുകാർ തമ്മിൽ കാണാനുള്ള കൂട്ടുമുട്ടലാണ്. അല്ലാഹു പറയുകയാണ്, നബിയെ കാണണോ? നബിയെ കാണണമല്ല. എന്നാൽ വന്നോ നബിയെ? ജിബ്രീലിനെ വിളിച്ചു. ലോകത്തിലെ ഏറ്റവും മുന്തിയ വാഹനം കൊടുത്തു വിട്ടു. ബുറാഖ് കടന്നു വരികയാണ്, ബുറാഖ് കടന്നു വരികയാണ്. ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്ന പ്രവാചകനെ വിളിക്കുന്നു, കയറി നബിയെ, കയറുക, കയറുക. ഇതേവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജ്. കാണണം. എത്ര നമുക്ക് മനസ്സിൽ വലിയ സ്നേഹമുണ്ട്, പക്ഷെ ഇതേവരെ കണ്ടിട്ടില്ല. നമുക്ക് കാണാൻ വലിയ ആഗ്രഹമല്ലേ? ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം സഹോദരങ്ങളെ. അതിന് എന്ത് ചെയ്യണം? ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലൊരാഗ്രഹമില്ലേ? മനസ്സിലൊരാഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലയോ? പിന്നെ ഞാൻ ഈ തൊണ്ട പൊളിച്ച് പറയണെന്തിനാ? ഒരു ആഗ്രഹം വേണ്ടേ? അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല, വളരെ നിസ്സാരമാണ്. എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? സ്വന്തം ഭാര്യയുടെ പരാതി തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇനി എന്തൊക്കെ ചെയ്താലും റസൂൽ എന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വഭാവം, അവള് പറയും എന്തൊക്കെ ചെയ്താലും പറയും, ഇയാൾ ജനിച്ചിട്ട് ഇതേവരെ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടില്ല. റസൂൽ എന്ന് പറഞ്ഞ അനുഭവസ്ഥരല്ലേ? റസൂൽ എന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വഭാവം എന്താ? മരിക്കുന്നത് വരെ അവക്ക് ചുണ്ടിൽ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മരിക്കാൻ നേരത്ത് പറയും റസൂൽ എന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ല, ഇവിടത്തെ പെണ്ണുങ്ങളല്ല, വേറെ 2 ദിവസം കൂടെ വാള് പറയണ്ടേ? നിങ്ങളെ കുറിച്ചല്ല ഈ പറയണത്, വേറെ 2 ആളുകൾ. അപ്പൊ റസൂൽ പറഞ്ഞ അപ്പോഴും പെണ്ണ് പറയും നിങ്ങൾ എന്നെ കെട്ടിയതിന് ശേഷം ഇതേവരെ ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടില്ല. ഭാര്യയുടെ പരാതി തീർക്കാൻ പറ്റുമോ? ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? എന്ത് ചെയ്താലും അത് പെണ്ണിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എന്റെ ഭാര്യയോട് ഇതെന്താ നിങ്ങൾക്ക് പരാതി തീരാത്തത്? അപ്പൊ അവളെന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്കല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞ. നിങ്ങളുടെ വീട്ടുകാരെ സലാഹുദ്ദീൻ മൗലവിയുടെ ഭാര്യ എന്റെ ഭാര്യ വലിയ അടുത്ത കൂട്ടുകാർ, അവരെപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. ഇത് വീട്ടിൽ ചെന്ന് പറയല്ലേ? അപ്പോ അവളെന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഭാര്യയ്ക്ക് ഒരു പരിവം ഉണ്ടാവും. എന്നാ നിന്റെ പരിവം തരാം, നമുക്ക് ഹജ്ജിന് പോവാം എന്ന് പറഞ്ഞ ഹജ്ജിന് കൊണ്ടായാൽ പറയും, നിങ്ങൾ ഒരു പ്രാവശ്യമല്ലേ ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്താലും ഇനിയിപ്പോ അവസാനം വരെ കൊണ്ടായാലും അവള് പറയും, നമ്മൾ അതല്ലേ ചെയ്തുള്ളൂ എന്ന് പറയും. ഇത് ഭാര്യയുടെ സ്വഭാവമാണ്. മക്കൾക്ക് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? വാപ്പ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തന്നത് 10 സെന്റ്. ഇതൊക്കെ ഉണ്ടായിട്ടും വാപ്പ എനിക്ക് തന്ന എത്രയാ? 10 സെന്റ്. എന്റെ പൊന്നു സഹോദരിമാരെ, കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട് ഒരു അള്ളാഹുവായിട്ടുള്ള സ്നേഹബന്ധം എന്താ? ഞാനിത് പറയുന്ന ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ മക്കൾക്ക് കൊടുത്താലോ, ഇപ്പൊ ഒരു ഉമ്മ, ആ ഉമ്മ മക്കൾക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവനും മക്കൾക്ക് കൊടുത്തു, പെമ്മക്കൾക്ക് കൊടുത്തു. അവസാനം ഉമ്മ എന്ത് ചെയ്തു? ഒരു കടുക്കലിട്ട് അതും കൂടെ അവർക്ക് തന്നൂടെ? കളവിട്ടുണ്ടോ? എന്തൊക്കെ കൊടുത്ത് അവസാനം ഒരു അലിക്കത്തുണ്ട്, ഉമ്മാടെ ചെവിയിൽ ഒരു അലിക്കത്തുണ്ടല്ലോ, വലിയ ഭാരമുള്ള ഒരു അലിക്കത്ത്. അതിങ്ങനെ തൂങ്ങി ആ കാതിലൂടെ ഒരു വട്ടം ഉണ്ടായിട്ട് ഒരു സൈക്കിൾ ടയറിന്റെ വലിപ്പം ഉണ്ടാവും. എന്നാലും ഇത് പള്ളിക്കൂരി കൊടുക്കൂല, പിന്നെ അത് ഇട്ട് തൂക്കിക്കൊണ്ടാണ്. അവർ അലിക്കത്ത് ഇങ്ങനെ കിടക്കാണ്. അപ്പോഴും അതും കൂടെ അവർക്ക് അങ്ങോട്ട് തന്നു. മാതാപിതാക്കൾക്ക് മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും ഉണ്ടെങ്കിൽ വലിയ സ്നേഹം, അല്ലെങ്കിൽ ഉണ്ടാവൂല. സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? സ്വർണം, പണം. വാപ്പായോട് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവണപ്പോഴാണ്. വാപ്പ മരിക്കാൻ കിടക്കാണ് സക്കറാത്തിൽ, എല്ലാരും വിളിച്ചത് വാപ്പ മരിക്കാൻ പോകണം, പാഞ്ഞു വരും, എല്ലാവരും ഓടി പാഞ്ഞു വരും. വാപ്പ കട്ടിലി കിടന്ന് വാപ്പ ഐസ്ക്രീം വേണം. സ്നേഹം എപ്പോഴാ? മരിക്കാൻ വേണ്ടി കിടക്കണ വാപ്പായോടും ഉമ്മായോടും മക്കൾക്ക് അപാര സ്നേഹമാണ്. ഏറ്റവും സ്നേഹം കാണിക്കണം എപ്പോഴാ? വാപ്പാക്ക് എന്താഗ്രഹമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചു.
മരിക്കാൻ സക്കറാത്തിൽ കിടക്കണ വാപ്പയോടും ഉമ്മയോടും മക്കൾ പറഞ്ഞ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണേലും പറഞ്ഞോളി ഞങ്ങൾ സാധിപ്പിച്ചു തരും. എടാ പകയായ ആരോഗ്യമുള്ള സമയത്ത് നീ അതൊന്ന് ചോദിക്കൂല, കാരണം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇപ്പഴേതായാലും ഇനി ഇവിടെ എഴുന്നേക്കൂലെന്നറിയാം, കാരണം ഇസ്രായേലിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വരെ കണ്ടു കിടക്കുക, ഇനി എഴുന്നേക്കൂലെന്നറിയാം. അപ്പൊ ആ സമയത്ത് പോയി ചോദിക്കും, പാപ്പാക്ക് വീഗാലാൻഡിൽ പോകണം, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ആ സമയത്താണ് വാപ്പയോട് മക്കൾക്ക് സ്നേഹം കൂടുതൽ. മക്കൾക്ക് ഇനിയിപ്പോ ഉമ്മായ മരിക്കാൻ കിടക്കണമെങ്കിൽ പെൺമക്കൾ വന്നിട്ട് ആ തലയുടെ ചോട്ടിലെ പെൺമക്കൾ ഇരിക്കും, കാരണം മരിച്ചിട്ട് വേണം കമ്മല് വലിച്ചു പറിക്കാൻ. നിങ്ങൾ ആർക്ക് എന്ത് വേണേ കൊടുത്തോളി, വാരിക്കോരി കൊടുത്തോളി. ആ നന്ദി നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. മനുഷ്യരുടെ ഇടയിൽ മക്കൾക്ക് കൊടുത്ത് മുഴിപ്പിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്ക് കൊടുത്ത് പറ്റുമോ? ഇനി മാതാപിതാക്കൾക്ക് മക്കൾ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ, മാതാപിതാക്കളെ കൊണ്ട് അവൻ എനിക്കെല്ലാം തരുന്നവനാണെന്ന് ഏതെങ്കിലും വാപ്പ ഉമ്മ പറയോ? ഇല്ല. അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വലിയ ആളായി ഡോക്ടറാക്കി ഇപ്പം അവൻ 1-ാം തീയതി വന്നിട്ടൊരു 10 കുലുവ സയ്യിദ് ദുആനി കാജാബീഡി വലിക്കാം. വാപ്പാടെ പരാതി എന്താ? വളർത്തി വലുതാക്കിയിട്ട് അവന് ഭാര്യയും മക്കളും ആയപ്പോ അവർക്ക് കൊടുക്കും, എനിക്കില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആർക്കൊക്കെ വാരിക്കോരി കൊടുത്താലും ആയുസ് മുഴുവൻ നിങ്ങൾ കൊടുത്താലും അവര് നിങ്ങളോട് തൃപ്തിപ്പെട്ട് പറയില്ല. പക്ഷേ നേരെ മറിച്ച് അല്ലാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് നിങ്ങളോട് പരിപൂർണ തൃപ്തിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്താരെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റൂല, പക്ഷെ അല്ലാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം ചെയ്താൽ മതി. ലോകത്ത് ഇത്രയും അനുഗ്രഹമൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹു നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന അത്ര 5 കാര്യം. ഒന്നെന്താ? അള്ളാഹുവിനെയും പ്രവാചകനെയും വിശ്വസിക്കണം. പാടില്ലല്ലോ. 2 24 മണിക്കൂർ തന്നതിൽ നിന്ന് ഒരു അരമണിക്കൂർ ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി 5 വഖത്ത് നിസ്കരിക്കണം. ബുദ്ധിമുട്ടുണ്ടോ? 24 മണിക്കൂറുണ്ട്, 23.5 മണിക്കൂർ നീ എടുത്തോ, അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കണം. ഇത് നേരെ മറിച്ച് നിങ്ങളുടെ ഭാര്യയോടാണെങ്കിലും നിങ്ങൾക്ക് 24 രൂപ കൊടുത്തു കിട്ടി, 50 പൈസ കൊണ്ടുപോയി ഭാര്യക്ക് കൊടുത്ത് 23.5 നീ എടുത്ത്, എന്ത് പറയും ഭാര്യ? നിങ്ങളൊന്ന് പറയാം, എന്ത് പറയും ഭാര്യ? അത് മിക്കവാറും 50 പൈസ പിന്നെ എടുക്കാൻ കിംസി പോകേണ്ടി വരും, മൂക്കിലടിച്ചിട്ടോ, പിന്നെ കിംസി കൊണ്ടുപോയി കീറണം. ഇനി നിങ്ങൾ നിങ്ങളുടെ വാപ്പാടെ കയ്യിൽ 24 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 50 പൈസ നിങ്ങൾ കൊണ്ടുപോയി വാപ്പാടെ കയ്യിൽ കൊടു, 23.5 നിങ്ങൾ എടുക്കും. വാപ്പ എന്ത് പറയും? തിരിച്ചു മുഖത്തേക്ക് വലിച്ചെറിയും. പക്ഷെ അള്ള പറഞ്ഞു 23.5 നീ എടുത്തു, 50 എനിക്ക് എന്നാ മതി, എനിക്ക് പരിപൂർണ്ണ തൃപ്തിയാ. ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? അള്ളാനെ. പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു ശരി, അവസാനം എന്ത് ചെയ്യണം? 11 മാസം തിന്നോ കുടിച്ചോ, 1 മാസം എനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കണം, പകലിൽ മാത്രം. ആ പിള്ളേരെ ഒന്ന് പിടിച്ചിരിക്കുക, ലേലം ചെയ്ത് കൊടുക്കും, ആവശ്യക്കാരുണ്ട്. ബാക്കി ഭാഗം പറയാം, സമയമുണ്ടല്ലേ? നല്ല സ്നേഹം, കൊള്ളാം. 2 ദിവസം പരമാവധി പിഴിഞ്ഞിട്ട് തന്നെ വിടാന്ന്. ഏതായാലും കഴക്കൂട്ടത്തെ സെക്രട്ടറി വന്ന് ഇരിപ്പുണ്ട്, 5 ദിവസം അവർക്കും കൊടുക്കുക. ശരി, എല്ലാരും കൂടെ ആവട്ടെ. അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഒരൊറ്റ ആഗ്രഹമുള്ള സഹോദരങ്ങളെ, വെറുതെ എനിക്ക് പാട്ടുപാടി പറഞ്ഞു പോകാനാണ് എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും. ഇനി മാറ്റം ഉണ്ടായേ പറ്റൂ, അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. 11 മാസം നീ തിന്നോ കുടിച്ചോ, 1 മാസം അള്ളാഹ്ക്ക് വേണ്ടി പകലിൽ നോമ്പനുഷ്ഠിക്കണം. അതുപോലെ പ്രശ്നമുണ്ടോ? എന്നിട്ട് നോമ്പനുഷ്ഠിക്കാത്തത് എന്താ? നമ്മൾ 11 മാസം ഗൾഫിൽ പോയി കിടന്നു, 1 മാസം ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യ എന്ത് പറയും? 11 മാസം കറങ്ങിയിട്ട് വന്നിരിക്കുന്നു. 11 മാസം നമ്മൾ വേറെ എവിടെയും പോയി താമസിച്ചു, 1 മാസം വാപ്പാടെ അടുത്ത് വന്ന് താമസിച്ചു. 11 മാസം കറങ്ങിയിട്ട് 1 മാസം മനുഷ്യർക്ക് നിശ്ചയമല്ല. അള്ള പറഞ്ഞു 11 മാസം നീ രാത്രിയും പകലും തിന്നോ കുടിച്ചോ, 1 മാസം പകലിൽ സുബഹി മുതൽ മഗ്രിബ് വരെ എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി പട്ടിണി ഇരിക്കും. പട്ടിണിയൊന്നും നമ്മൾ ഇരിക്കണില്ല, ഇരിക്കണുണ്ട ഉണ്ടോ? ഉച്ചക്ക് തിന്നേണ്ടത് ഇടയത്താഴത്തിന് കൂട്ടി തിന്നു.
ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഉപേക്ഷിക്കുന്നുള്ളൂ. കാപ്പ് കുടിക്കണം എല്ലാം കൂടെ എന്ത് ചെയ്യും? റമദാനി നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടയിൽ സാധനം മേടിക്കുന്നവരാണെങ്കിൽ റമദാനിലാണോ കടയിൽ പറ്റു കൂടുതൽ, അതല്ല റമദാൻ അല്ലാത്തപ്പോഴാണ്? നമ്മൾ സാധാരണ റമദാൻ ആയതുകൊണ്ട് ഭയങ്കര ചെലവാ. എന്താ അല്ലെ, ഭക്ഷണം കുറയ്ക്കുന്നൊന്നുമില്ല. നമ്മള് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. 3 നേരം കഴിക്കുന്നവൻ രോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി. 3 നേരം കഴിക്കുന്നവൻ ഭോഗി ആർത്തിയുള്ളവൻ. 2 നേരം കഴിക്കുന്നവൻ രോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി, യോഗമുള്ളവൻ. കുറെ നാളും കൂടെ ജീവിക്കാം. അമിതാഹാരമാണല്ലോ എല്ലാത്തിന്റെയും പ്രശ്നം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിയുടെ അടുക്കൽ എത്യോപ്യയിലെ രാജാവ് ഒരു വൈദ്യനെ പറഞ്ഞു വിട്ടു. അയാൾ റസൂലുള്ളാഹിയുടെ നാട്ടിൽ വന്നിട്ട് 7 വർഷം താമസിച്ചു. ഒരു സഹാബിക്ക് പോലും ഒരു പനി പോലും പിടിച്ചില്ല. തിരിച്ചു പോകാൻ നേരം അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? 7 വർഷം ഞാനിവിടെ താമസിച്ചു, ഇതേവരെ നിങ്ങൾ ഒരാൾക്ക് പനി പോലും വന്നിട്ടില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ ഒന്നടവിട്ട് നോമ്പ് പിടിക്കുന്നവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോമ്പ് ശീലമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കുന്നു എന്നൊരു ബോർഡ് എഴുതി വെക്കണം ആരോഗ്യ കേരളത്തിന്റെ മുകളിൽ. നോമ്പ് ശീലമാക്കണം. അവര് നോമ്പ് പിടിച്ചു. ആ നോമ്പ് തന്നെ കാരക്കത്തിന് ഇടയത്താഴം കുടിച്ചു, കാരക്കതിന്ന് നോമ്പ് മുറിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ്, വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ലേ. അപ്പൊ കാരക്ക 3 കാരക്കുന്ന റസൂലുള്ള ഇടയത്താഴം കഴിച്ചു, 3 കാരക്കതിന്ന് റസൂലുള്ള നോമ്പ് മുറിച്ചു. അതാണ് അവരുടെ നോമ്പ്. നമ്മുടെ നോമ്പ് ഭക്ഷണത്തിൽ വലിയ മിതത്വമൊന്നുമില്ല. 3 കാരക്ക കഴിച്ചിട്ട് റസൂലുള്ള നോമ്പ് ഉറക്കുമായിരുന്നു. ഇടയത്താഴം 3 കാരക്ക, അത്രേ ഉള്ളൂ. പണ്ട് ഉസ്താദ് ബാബു പറഞ്ഞു, 3 കാരക്ക് എന്നിട്ടാണ് നബിയങ്ങൾ നോമ്പ് തുറന്നത്. അന്ന് ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്ന വീട്ടിലെ താത്ത വാത്. എന്നാ പിന്നെ റസൂലുള്ളാഹിയുടെ സുന്നത്ത് തടക്കണ ഉസ്താദും അത് തന്നെ തിന്നാ മതി. അന്ന് താത്ത ഭക്ഷണം കൊടുത്ത് വിട്ടപ്പോ ആ പാത്രം, ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവന്ന പാത്രം കണ്ടിട്ടില്ലേ, ട്രെയിനിന് ഇത്രയും ബോഗി കാണൂല. അപ്പൊ ആ പാത്രം കൊണ്ടുവന്ന് വെച്ചു. പാത്രത്തിന്റെ ആദ്യത്തെ അക്ബറായ തട്ട്, അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം പകരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ ഇത്തിരി മെച്ചപ്പെടും കേട്ടോ, ദുആചേട്ട്. അപ്പൊ ആദ്യത്തെ തട്ട് കാലി, 2ാമത്തെ തട്ടും കാലി, 3ാമത്തെ തട്ടും കാലി, 4ാമത്തെ തട്ടില് 3 കാരക്ക. ഉസ്താദിന് മനസ്സിലായി സംഭവം. പിറ്റേ ദിവസം പകലിന് കയറിയിട്ട് ഉസ്താദ് പറഞ്ഞു, സഹോദരിമാരെ, കാര്യങ്ങളൊന്നും നിങ്ങൾ കരുതിയതുപോലെയല്ല. റസൂലുള്ള അന്ന് 3 കാരക്ക തിന്നിട്ട് നോമ്പ് മുറിച്ചെങ്കിൽ അന്നത്തെ മക്കയിലെ കാരക്കയ്ക്ക് നമ്മുടെ ഇന്നത്തെ കൂടച്ചക്കയുടെ വലിപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 11 മാസം നോമ്പ്. അള്ളാഹുവിന് 11 മാസം തിന്നോ കുടിച്ചോ. 1 മാസം നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കണേ, പകല് മാത്രം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. ഇത് മനുഷ്യന്റെ മുമ്പിൽ തൃപ്തിയല്ല, പക്ഷെ അള്ളാഹ്ക്കിത് തൃപ്തിയാണ്. 3. 4ാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 2.5% കൊടുക്കണം. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് എത്ര കൊടുക്കണം? 25 രൂപ. കണക്ക് പറഞ്ഞാൽ 1000 രൂപ ഒരാളുടെ കയ്യിലുണ്ട്. 1 വർഷമാകുമ്പോൾ ഈ 1000 രൂപ അവന്റെ കയ്യിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് 2.5% 25 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കണം. 975 രൂപയും നമുക്ക്